ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന കറികളൊക്കെ വെച്ച് തന്നെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ എനിക്കിന്ന് ഒന്ന് പൊതിച്ചോറ് കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു 2-3 കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം, എന്നിട്ട് ഒരു പൊതിച്ചോറ് പോലെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് നമുക്ക് സാമ്പാറാണല്ലോ ആവശ്യം. അപ്പോൾ സാമ്പാറിന് ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് പരിപ്പൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിതിൽ പച്ചക്കറികൾ ഇടാനായിട്ട് ഞാൻ സാമ്പാർ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 60 രൂപ ആയിരുന്നു കേട്ടോ സാമ്പാർ കിറ്റിന്. അപ്പം അത്യാവശ്യം നമുക്ക് പച്ചക്കറികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേന അത് മാത്രമാണ് ഉണ്ടാകാണ്ടിരുന്നത്. ബാക്കിയെല്ലാം സാമ്പാർ കഷ്ണങ്ങളുണ്ടായിരുന്നു. വെണ്ടക്കായ, പച്ചമുളക്, മുരിങ്ങാക്കായ, അതേപോലെ ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ അത് കഴുകി കഴിഞ്ഞതിന് ശേഷം എല്ലാം സാമ്പാറിൻ്റെ ആ പാകത്തിനായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കുക്കറിൽ തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഞാനിത് എല്ലാ കഷ്ണങ്ങളിട്ട് ഒരു വിസിലാണ് കേട്ടോ കേൾപ്പിക്കുന്നത്. ഒരു വിസിൽ തന്നെ നമുക്ക് എല്ലാ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ മുളക് പൊടിയും ചേർക്കാറുണ്ട് കേട്ടോ ഈ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് തന്നെ. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തത്. തണുത്ത വെള്ളമല്ല, നേരി ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തു. പിന്നെ ഞാൻ പച്ചമുളകും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം. പിന്നെ കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ പൊടി ഇടാനായിട്ട് സാമ്പാർ പൊടി ഞാൻ കടയിൽ നിന്ന് മേടിച്ച സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കാറ് സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷമുണ്ട് ഞാൻ സാമ്പാറിൽ ഒഴിക്കണത്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, എല്ലാവരും ഇതേപോലെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ കേട്ടോ ഉണ്ടാക്കാറുള്ളത് സാമ്പാർ. അപ്പം ഞാൻ സെപ്പറേറ്റ് ചിലവരെല്ലാം പൊടികളും ഒരുമിച്ചിട്ട് സാമ്പാർ ഒറ്റ വിസിലേൽപ്പിച്ചുണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ സെപ്പറേറ്റ് പൊടി ചൂടാക്കിയിട്ടാണ് ഇടാറുള്ളത്. അതേപോലെ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് ഞാൻ വെണ്ടക്കായ ഇടാറില്ല. അപ്പോൾ വെണ്ടക്കായ സെപ്പറേറ്റ് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതും കൂടി നമ്മുടെ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ഉള്ളി എടുത്തൊന്ന് നന്നായി വാട്ടി അതിനുശേഷം ഞാനിതിൽ പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരമായിട്ടും പുളിവെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ആവശ്യത്തിന് പുളിയെ പിഴിഞ്ഞൊഴിച്ചു. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പുളിവെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴും നമുക്ക് കുക്കറിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ പണി തീർന്നു. അതിനുശേഷം ഞാൻ ഇതിലൊന്ന് കടുകൊക്കെ താളിച്ചൊഴിച്ചു. ആ കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ താളിച്ചൊഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പം തന്നെ ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് താളിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുക്കറൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയമാകുമ്പോൾ തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ നല്ല സാമ്പാറിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ സാമ്പാറിൻ്റെ കിറ്റിലൊപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബീൻസ്, അച്ചിങ്ങപ്പയർ, പിന്നെ കൊത്തമരയ്ക്ക. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെയാണ് കേട്ടോ തോരൻ ഉണ്ടാക്കിയത്. എല്ലാം ഞാൻ നല്ല കുഞ്ഞതാക്കിയാണ് അരിഞ്ഞത്. ഇതേപോലെ നല്ല ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ടോ. അതിനുശേഷം കുറച്ച് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴേക്കും ആവശ്യത്തിന് അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും കൂടി ഞാൻ നന്നാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പാകത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് പൊടിയും പിന്നെ അതേപോലെ തന്നെ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇത്രയും മസാലകളാണ് ഞാൻ ചേർത്തത്. ഇതൊക്കെ ഒന്ന് വാടി പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള കൊത്തമര, ബീൻസ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. ഇതൊന്ന് മൂടി വെച്ച് നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഞാൻ ഒരു പിടി തേങ്ങ ഇതിലിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സഡ് ആയിട്ടുള്ള തോരനും റെഡി ആയിട്ടുണ്ട്. സാമ്പാർ കിറ്റ് മേടിക്കുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാം കുറേശ്ശെ ഉണ്ടാവും. അപ്പോൾ ഞാനതെല്ലാം കൂടി ഒരുമിച്ച് ഒരു തോരൻ പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉണ്ടാക്കിയ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനും. എല്ലാം വെന്തിട്ടുണ്ട്.
ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതേപോലെ കുറേശ്ശെ പച്ചക്കറികളെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് തോരനാക്കി നോക്കാം. അതേപോലെ പൊതിച്ചോറിന് എന്തായാലും ഒരു ഓംലേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു മുട്ട, സവാളയും പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, കുരുമുളക് പൊടിക്കത്തേക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇതിൽ വെക്കാനായിട്ട് കുറച്ച് ക്യാബേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാബേജ് തോരൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ക്യാബേജ് കുഞ്ഞതായിട്ട് നന്നാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് അതെല്ലാം ഒരുമിച്ച് ചേർത്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ. അതിന് ശേഷം കടുക് പൊട്ടിച്ച് നമുക്ക് ക്യാബേജും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ സാമ്പാർ, പിന്നെ അതേപോലെ ഏതെങ്കിലും ഒരു തോരൻ, പിന്നെ മീൻ വറുത്ത അത്രയും ഉണ്ടാക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഈ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ക്യാബേജ് എക്സ്ട്രാ ഉണ്ടാക്കിയത്. പിന്നെ സാമ്പാറിൻ്റെ ഒപ്പം ഞാൻ എന്തായാലും വെച്ചത് ഉണക്കമീനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ മാന്തളാണ് എടുത്തത്. ഞാനിത് ഇതും കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഉപ്പുമീനായതുകൊണ്ട് തന്നെ ആ ഉപ്പൊന്ന് കുറച്ചൊന്ന് കുറയാൻ വേണ്ടിയാണ് കേട്ടോ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് ഇട്ട് വെക്കണത്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിൻ്റെ ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് മസാല തേക്കണത് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ മസാലയിട്ട് തേക്കണത്. അപ്പോൾ നമ്മൾ ഉപ്പുമീനായതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ചു, ഒരു അരമണിക്കൂറോളം വെച്ചു. അതിന് ശേഷമുണ്ട് ഞാനിത് വറുത്തെടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ ഉണക്കമാന്തളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും അതേപോലെ തന്നെ ക്യാബേജ്, പിന്നെ അതേപോലെ ഉണക്കമാന്തൾ, പിന്നെ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഒരു ഉണക്കച്ചിമീൻ്റെ ചമ്മന്തി അല്ല, ഒരു റോസ്റ്റ് സവാളയൊക്കെ ഇട്ട് റോസ്റ്റ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇപ്പോൾ കുറച്ച് ഉണക്കച്ചിമീൻ തന്നെ കുറച്ച് ഉപ്പ് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സവാളയാണ് കേട്ടോ ആവശ്യം വേണ്ടത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ വറുത്ത ചട്ടി തന്നെ നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള വഴറ്റിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഉപ്പ് പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കച്ചെമ്മീൻ അത് അതിലിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് പകരം ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ ഉണക്കച്ചെമ്മീൻ്റെ ഈ ഒരു റോസ്റ്റാണ് ഉണ്ടാക്കിയത്. വേറെ ഒന്നുമല്ല, തേങ്ങ ചമ്മന്തി ഞാൻ മാത്രമേ വീട്ടിൽ കഴിക്കുള്ളൂ കേട്ടോ. വേറെ ആരും അങ്ങനെ ചമ്മന്തിയായിട്ട് അങ്ങനെ കഴിക്കാറില്ല. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ടല്ലോ, എനിക്ക് മാത്രമേ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാണ്ടിരുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇതേപോലെ ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയത് ഉണക്കച്ചെമ്മീൻ. അതിന് ശേഷം നമുക്ക് എന്തായാലും ഒരു വാഴയില വേണമല്ലോ. അപ്പോൾ ഞാൻ വാഴയില എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2-3 ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ, രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊന്നും മടിഞ്ഞിട്ട് ഈ മഴയത്ത് വാഴയിലേക്ക് എടുക്കാനായിട്ട് പോകാൻ. പിന്നെ നമുക്ക് ആഗ്രഹമല്ലേ കഴിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മക്കളൊക്കെ സ്കൂളിൽ പോയി അതിനൊക്കെ ശേഷമുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന അപ്പം തുടങ്ങിയ മഴയാണ് കേട്ടോ. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയപ്പോൾ തന്നെ തുടങ്ങിയ മഴയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ ചോറൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കി വെക്കും കേട്ടോ. രാവിലെ കുട്ടികൾക്ക് കൊടുത്തു വിടുന്നതുകൊണ്ട് ചോറ് നേരത്തെ ആകും. പിന്നെ കറികളൊക്കെയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ ഞാൻ ഒരു വാഴയിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ വാഴയിലേക്ക് ഒന്ന് വാട്ടി എന്നിട്ട് അതിൽ നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പുട്ടും കടലയായിരുന്നു. അപ്പോൾ ആ കടല വെച്ചു. പിന്നെ ഉണക്കമാന്തലുണ്ടല്ലോ അത് വറുത്തത് വെച്ചു. പിന്നെ നമ്മുടെ മുട്ട ഓംലേറ്റ് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തോരൻ, പിന്നെ അതേപോലെ തന്നെ ക്യാബേജ്. അപ്പോൾ എല്ലാം കുറേശ്ശെ ഉണ്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കുറേശ്ശെ എടുക്കുകയുള്ളൂ. അതാണ് എല്ലാം കുറേശ്ശേന്ന് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീനിൻ്റെ കറി ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചമ്മന്തിക്ക് പകരം ഞാൻ അച്ചാറാണ് കേട്ടോ എന്തായാലും ഉപയോഗിച്ചത്. അപ്പോൾ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറുണ്ടല്ലോ നമ്മൾ സാമ്പാർ ഇട്ട് കൊടുത്തു. അതിനുശേഷം നാരങ്ങ അച്ചാറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നാരങ്ങാച്ചാർ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇതാണ് നമ്മുടെ നാരങ്ങാച്ചാർ. ഇത് കടയിൽ നിന്ന് മേടിച്ച നാരങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയാണ് കേട്ടോ ഞാൻ പൊതിച്ചോറിൽ ഉണ്ടാക്കിയ കറികൾ.
അപ്പോൾ അങ്ങനെ കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ്. എക്സ്ട്രാ ഒരു 2 കറികൾ ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം.